വയസ്സായവർക്കും വയ്യാത്തവർക്കുമെല്ലാം മുടങ്ങാതെ പെൻഷൻ കിട്ടണം. അത് കിട്ടും വരെ താൻ വെറുതെ ഇരിക്കില്ല. പെൻഷൻ മുടങ്ങാത്ത കാലം അതായിരുന്നു മറിയക്കുട്ടി കണ്ട സ്വപ്നം. ആ സ്വപ്നത്തിന് വേണ്ടി അഹോരാത്രം താൻ ജഡ്ജിയാണ് എന്നൊക്കെ പറയുമ്പോൾ മാപ്രകളും അടങ്ങിയിരിക്കില്ലല്ലോ. അങ്ങനെ ക്രിസ്മസ് ദിനത്തിൽ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ സാന്താക്ലോസായി മറിയക്കുട്ടി പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ ഇതൊരു പൊളിറ്റിക്കൽ ടൂളാണെന്ന് ആ പാവത്തിന് അറിയില്ലായിരുന്നു എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പാറി നടക്കുന്നത് കണ്ടു. അതോടെ കൃത്യമായ അജണ്ട ബോധ്യപ്പെട്ടു. അപ്പോൾ അത് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് കരുതി വന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഞാൻ പണ്ടേ കോൺഗ്രസ്സുകാരിയാ. കണ്ടല്ലോ, രാഷ്ട്രീയം വ്യക്തമല്ലേ. പക്ഷെ സംഭവത്തിലെ ഹൈലൈറ്റ് ആർക്കാണ് ഇത്ര ധൃതി ടീമാണ്. ഇതിനോട് ആരാ ഇപ്പൊ കോൺഗ്രസ്സുകാരിയാണെന്ന് മൊഴിയാൻ പറഞ്ഞേ എന്നായിരിക്കും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകുക. മറിയക്കുട്ടിയെ പിടിച്ചു ഒന്ന് കയറി വരികയായിരുന്നു, എല്ലാം തൊലച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ 4 തെറിയും പറഞ്ഞിട്ടുണ്ടാവും. ഗതികേട് തന്നെ. എല്ലാം തേഞ്ഞോട്ടി അവസാനമാണ് ആയുധമായി മറിയക്കുട്ടി വന്നത്. നവകേരള സദസ്സിന് നേരെ കറുത്ത കൊടി മുതൽ കറുത്ത അടിവസ്ത്രം വരെ കാണിപ്പിച്ചു. മാധ്യമങ്ങളിലേക്ക് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പറയണം എന്നൊക്കെ പറഞ്ഞ് ആവേശം കയറ്റിച്ച് പറഞ്ഞയച്ചു. സാന്താക്ലോസ് വരെയാക്കി. അപ്പോഴാണ് മലക്കം മറിയുന്ന കുട്ടിയുടെ കോൺഗ്രസ് രാഷ്ട്രീയം പുറത്തു വരുന്നത്. തീർന്നു, എല്ലാം തീർന്നു. 600 രൂപയുണ്ടായിരുന്ന പെൻഷൻ 18 മാസം മുടങ്ങി കിടന്നപ്പോൾ ഉരിയാടാതെ മാളത്തിൽ ഒളിച്ചിരുന്ന കുട്ടിമാർ 1600 രൂപ പെൻഷനായപ്പോൾ അത് 2 മാസത്തെ ഗ്യാപ്പ് വന്നപ്പോൾ തന്നെ ചാടി പുറത്തിറങ്ങിയതിൻ്റെ മറ്റു കാരണങ്ങൾ തേടി പോകേണ്ടതില്ലല്ലോ എന്ന് കരുതുന്നു. ഇതിനോടൊപ്പം തന്നെ 2015 മനോരമ കൊടുത്ത വാർത്ത കൂടി കാണണം. ഇനി ഇവർക്ക് നേരിട്ട് വരാൻ വയ്യ ആ പെൻഷൻ ചോദിക്കാൻ. എന്താ സർക്കാരെ ഇവരുടെ ദുരിതം കാണാത്തത്? കണ്ടില്ലേ, സുവർണ സുന്ദര ചാണ്ടിക്കാലത്തിന്റെ ഓർമ്മകളാണ്. ആ വാർത്ത ഇനി തേടി പോകേണ്ട കേട്ടോ. കാരണം മറിയക്കുട്ടി ഷോ അരങ്ങേറുന്നതിനാൽ മനോരമക്കുട്ടന്മാർ ആ വാർത്ത മുക്കി കണ്ടം വഴി ഓടിക്കഴിഞ്ഞു. ചട്ടിയെടുത്തവരും ഇതൊക്കെ എടുത്തു നോക്കുന്നത് നല്ലതാണ്. ഇതിൽ പറയാൻ ഒന്നുകൂടിയുണ്ട്. 40 വർഷമായി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ താനുണ്ടെന്നാണ് മറിഞ്ഞ കുട്ടിയുടെ വാദം. മജിസ്ട്രേറ്റ് കുട്ടി നൽകിയ കേസിലെ 1ാം കക്ഷി കേന്ദ്ര സർക്കാരാണ്. മറിയക്കുട്ടി വേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് കേസിന്റെ ടൈറ്റിൽ. പിന്നെ ചില ദേവന്മാരുടെ അടുത്ത് കേസ് എത്തുമ്പോൾ ചിലർക്ക് ചില പ്രിവിലേജ് ഒക്കെ കൂടും. പക്ഷെ കേസിൽ 1ാം കക്ഷി കേന്ദ്രമാണെങ്കിലും മറിയക്കുട്ടിയുടെ വിഡ്ഢിത്തങ്ങളും വൃത്തികേടുകളും നിറഞ്ഞ ബൈറ്റുകൾ വിഴുങ്ങിയ മാപ്രകൾ പോലും 1ാം കക്ഷിക്കെതിരെ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. ഇതിനെയാണ് ചെരുപ്പ് നക്കുക, കുപ്പിക്കൊഴിക്കാൽ വിഴുങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടിയുടെയും ചട്ടിയുടെയും അജണ്ടകൾ മുറക്കി നടക്കട്ടെ. മോങ്ങുന്നവർ മോങ്ങട്ടെ. ജനങ്ങൾക്കൊപ്പം നിന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന് സംസ്ഥാന സർക്കാർ മുൻപോട്ട് പോകട്ടെ. ആശംസകൾ.